നമ്മൾ യക്ഷിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെ, കേരളത്തിൽ യക്ഷിയുണ്ട് എന്ന് തന്നെയാണ് ചിലരുടെ വിശ്വാസം. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. അങ്ങനെ യക്ഷിയുള്ള ഒരു സ്ഥലമാണിത്. അങ്കമാലിയിൽ നിന്ന് മലയാറ്റൂർ വഴി ആതിരപ്പള്ളിക്ക് പോകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കൊച്ചു പയ്യന്മാർ, ബൈക്കിൽ പോണവർ എല്ലാം വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. നിങ്ങളെ കാത്ത് മരണം ഇവിടെ പതിയിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏകദേശം 300ഓളം ആക്സിഡന്റ് നടക്കുകയും അതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് മരണങ്ങൾ നടന്നൊരു സ്ഥലമാണ്. ഇതാണ് ഇവിടുത്തെ യക്ഷിപ്പാല. എല്ലാം എന്നെ തേടിയാണ് വരുന്നത്. എന്നെ മാത്രം ഉന്നം വെച്ചിരിക്കുകയാണ് ലോകം. എന്താ അതിന്റെയൊക്കെ അർത്ഥം? ഈ മരം കണ്ടാൽ അറിയാം, ഒരുപാട് വണ്ടികൾ ഇടിച്ചതിന്റെ പാട്. ഗ്ലാസുകൾ ഇടിച്ച് ഇവിടെ തൂങ്ങിക്കിടക്കുകയാണ്. ഒരുപാട്. അത് ശരി, ഇപ്പൊ എന്റെ നെഞ്ചത്തേക്കല്ലേ? ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുകൂടി അയക്കോ. തീർച്ചയായിട്ടും യക്ഷിയല്ല. ഇവിടുത്തെ യക്ഷി ഒരുപക്ഷെ PWD ഉദ്യോഗസ്ഥരായിരിക്കാം. നീ എന്താണ് ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? അല്ലേ? ഇല്ലെങ്കിൽ റോഡ് പണിതിന് ശേഷം മാത്രമേ ഇവിടെ യക്ഷി വന്നിട്ടുള്ളൂ. അതെ, പിന്നെ ഇവിടുത്തെ എഞ്ചിനീയർമാരൊക്കെ ആയിരിക്കാം. തീർച്ചയായിട്ടും പ്രേക്ഷകരെ, ഈ സ്ഥലം യക്ഷിയുള്ള സ്ഥലമല്ല. ഇവിടെ യക്ഷിയെ ഉണ്ടാക്കിയത് ഇവിടുത്തെ ചില ഭരണവർഗങ്ങളാണ്. നീ ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലടാ. PWD ഉദ്യോഗസ്ഥരാണ്. എഞ്ചിനീയർമാർ നാറികളാണ്. അവരെന്നെ എടുക്കും. ഓടോ കരയാണ്ട്. നിങ്ങൾക്കറിയാം, ഈ റോഡ് അകലെയെന്ന് കാണുന്ന റോഡറിയാം. ഇവിടെ വരുമ്പോൾ എന്തോ ഈ നിർമ്മാണ രീതിയിലെ പ്രശ്നങ്ങൾ കാരണം ഇവിടുന്ന് വണ്ടികൾ കൈവിട്ടു പോകുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഞാൻ വേറെ സംശയിച്ചോട്ടെ, സത്യത്തിൽ യക്ഷിയുണ്ടോടാ ഇവിടെ? യക്ഷിയില്ല. റോഡിലെ നമ്മൾ പറഞ്ഞ പോലെ ഈ പണി നടത്തിയവന്മാരൊക്കെയാ യക്ഷികളല്ലേ? പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല.